ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇന്ത്യ മാർച്ച് 2027 തേജാസ് MK1 ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു ഫുൾ സ്ക്വാഡ്രൺ ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് നീക്കുകയാണ്. റഷ്യ നമുക്ക് ഓഫർ ചെയ്ത Su-30S എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിലെ ഫൈറ്റർ ജെറ്റിൻ്റെ ഓഫർ ഇന്ത്യ നിരസിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്ക് Su-57 താല്പര്യമുണ്ട് എന്ന വിഷയം റഷ്യയെ അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യ Su-30യുടെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രളയ് മിസൈൽ ഇന്ത്യയുടെ ഒരു ടാക്ടിക്കൽ വെപ്പണായിട്ട് മാറി വരികയാണ്. നമ്മൾ ആകാശ് മിസൈൽ നമ്മൾ ഓൾറെഡി തന്നെ ഒരു സക്സസ് റേഞ്ചിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മൾ പ്രളയ് മിസൈൽ സിസ്റ്റമാണ് നമ്മളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വളരെ സക്സസ്ഫുള്ളി തന്നെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇനി കൂടുതൽ ആയുധങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് തന്നെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങണം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇന്ത്യക്ക്. ഇന്ത്യ ഫുള്ളി അതിന് കേപ്പബിൾ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ടാറ്റ പവറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് 2032 പണി പൂർത്തിയായി അത് റെഡി കണ്ടീഷനിലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാറ്റയാണ് ഈ പ്രോജക്റ്റിന് നേതൃത്വം വഹിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടി അവരുടെ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുകയാണ് 2032 ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ശരിക്കും 2032 കഴിഞ്ഞിട്ട് 2038 വരെ ശരിക്കും ഇന്ത്യക്ക് ഒരു ഗോൾഡൻ എറ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്ലോബൽ വാർ സിറ്റുവേഷൻ അതൊന്ന് അവസാനിക്കേണ്ടതുണ്ട്. അത് അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വെച്ചടി കയറ്റമാണ്. കാരണം ഇന്ത്യ പല മേഖലകളിലും ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ഹൈ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് അസ് ടോപ്പ് ടയർ. എന്തിൻ്റെ ടോപ്പ് ടയറാണ്? ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, അതേപോലെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ ടോപ്പ് ടയർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഓസ്ട്രേലിയ ഇന്ത്യയെ ടോപ്പ് ടയർ ലിസ്റ്റിൽ കൺസിഡർ ചെയ്യുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടത് ഓസ്ട്രേലിയയുടെ ഹൈ കമ്മീഷണറാണ്. ഇന്ത്യ മെഡിറ്ററേനിയൻ സീ മുതൽ വെസ്റ്റേൺ പസഫിക് റീജിയൻ വരെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഡിഫൻസ് ഡിറ്ററൻസ് തീർക്കുകയാണ്. അത് തികച്ചും മെഡിറ്ററേനിയനിൽ നമുക്ക് സൈപ്രസ് മുതൽ ഗ്രീസ് മുതൽ ഇങ്ങറ്റത്ത് ഇൻഡോ പസഫിക് റീജിയനിൽ വരെ ഇന്ത്യയുടെ സ്വാധീനം വളരെ വലുതാണ്. ഇന്ത്യ അത് കൃത്യമായിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ ഫോക്കസ് ചെയ്ത് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ലഫ്റ്റനൻറ്റ് ജനറൽ സയ്യിദ് ഹസനൈൻ പറഞ്ഞു വെക്കുന്നത്. സയ്യിദ് ഹസനൈൻ ഇപ്പോൾ ബീഹാറിലെ ഗവർണറാണ്. പുള്ളിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചത്. ഇന്നലെ ശരിക്കും റാവൽകോട്ടിൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റിൽ വെടിവെപ്പ് നടത്തിയതിൽ നിരവധി POK കശ്മീരി പീപ്പിൾ, അത് പ്രതിഷേധത്തിന് പങ്കെടുക്കാൻ വന്ന നിരവധി പേര് ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ശരിക്കും പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അങ്ങ് അറ്റകൈ വെടിവെച്ചേക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ കുറഞ്ഞതൊരു 20 പേരെങ്കിലും POK കശ്മീരികൾ, പാക് ഒക്കുപ്പൈഡ് കശ്മീരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ക്രൂരമായിട്ടുള്ള വെടിവെപ്പിൽ. സെലൻസ്കി വാഷിങ്ടണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ലിൻസി ഗ്രഹാമിൻ്റെ ബരിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം അഥവാ എയർ ഡിഫൻസ് സിസ്റ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താനാണ് വന്നത്. ഇതിൽ ഒരു വിഷയം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഓൾറെഡി തന്നെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ട്രംപ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നാറ്റോയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അതിൻ്റെ ഫർദർ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സെലൻസ്കി ഇത്തവണ വാഷിങ്ടണിൽ എത്തിയിരിക്കുന്നത്. മറ്റു പല ചർച്ചകളും ഇതിൻ്റെ ഇടയിലുണ്ട്. കാരണം ട്രംപ് പുടിനുമായിട്ടൊരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തി. അപ്പോൾ അതിൽ ശരിക്കും ഞാൻ പുടിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്നുള്ള, അതായത് ഇറാനിന് ഒരുപാട് സാറ്റലൈറ്റ് ഇമേജുകളെല്ലാം തന്നെ ഷെയർ ചെയ്തത് റഷ്യയാണ് എന്നുള്ള നിലയിൽ റഷ്യയ്ക്ക് താക്കീത് കൊടുത്തതായിട്ടൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുടിനുമായിട്ട് നേരിട്ട് പുള്ളി എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ട്രംപ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇപ്പോൾ റഷ്യ ഇറാന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പണ്ടേ പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അവർ തീർച്ചയായിട്ടും തുടരും. അമേരിക്ക എവിടെ എതിർക്കുന്നു അവിടെ റഷ്യ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ പവർ ബാലൻസിൻ്റെ ഭാഗമാണ്.
അപ്പം അതിനകത്ത് നമുക്കൊന്നും തന്നെ പറയാനില്ല. ചൈനയും ഇതേപോലെ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സെലൻസ്കി അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിലും റഷ്യയിൽ മോസ്കോയുടെ ഉള്ളിൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഒരു വെയർഹൗസ്, ഒരു വലിയ കമ്പനിയുടെ വെയർഹൗസിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആ വെയർഹൗസ് നിന്ന് കത്തുകയാണ്. അതേപോലെ തന്നെ യുക്രൈൻ റഷ്യയിൽ മോസ്കോ കേന്ദ്രീകരിച്ച് നിരവധി അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. ടൊറോണ്ടോയിൽ പ്രവർത്തിക്കുന്ന US കോൺസുലേറ്റിനെതിരെ ഒരു തോക്കുധാരി വന്ന് വെടിവെച്ചിട്ടുണ്ട് ആ കോൺസുലേറ്റിന് മുന്നിൽ. ആഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാമത്തെ ഇൻസിഡൻ്റ് ആണ് ടൊറോണ്ടോയിൽ US കോൺസുലേറ്റിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ചൈനയുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അക്കാഡമിക് കോപ്പറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും ചർച്ച നടത്തിയിട്ടുണ്ട്. അക്കാഡമിക് കോപ്പറേഷൻ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പബ്ലിഷ് ചെയ്യുന്ന ഒരു പോസ്റ്റ് മെറ്റ പോലത്തെ ഒരു സ്ഥാപനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്ത്യയുടെ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി, അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ചുമതലയുണ്ട്, ധാർമ്മികതയുണ്ട്. അതുപോലെ തന്നെ പലരും ഈ CJP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ CJP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് CJP പാർട്ടി ഒരു ലെഫ്റ്റിസ്റ്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ്. അത് ഞാൻ ഓൾറെഡി എൻ്റെ നിലപാട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും നീറ്റ് ആ സംവിധാനത്തിലുണ്ടായ ഒരു വീഴ്ച, അതൊരു വീഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് സ്വയമേ രാജിവെക്കേണ്ടതായിരുന്നു പണ്ടേ. പിന്നെ എന്തുകൊണ്ടോ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ചില പ്രതിസന്ധികൾ, ചില വള്ളിക്കെട്ട് കേസുകൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിച്ചതായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. കാരണം 40 വർഷത്തെ പാരമ്പര്യമുള്ള, പ്രവൃത്തി പരിചയമുള്ള ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ശരിക്കും BJPക്ക് ആ മേഖലയിൽ ഒരു ക്ഷീണം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അത് യാതൊരു മാറ്റമില്ല. പക്ഷേ ഇത് പൊളിറ്റിക്സാണ്. ഇവിടെ വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രതികരിക്കും. ശക്തമായ പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് CJP പാർട്ടി, ഈ ഒരു കോക്രോച്ച് പാർട്ടി പ്രത്യേകിച്ച്, അവർ ആ ഒരു ഗ്യാപ്പ് മുതലെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുകയും ആ സാഹചര്യത്തിൽ ഒരു പുതിയ ഫേസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫേസിനെ വെച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ പല തോൽവിയിൽ കിടന്ന് ഇഴയുന്ന പലരും അതിൻ്റെ ഉള്ളിൽ ചാടിക്കയറി വീണ് ഞങ്ങളും CJPയെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് CJPക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിരാഹാര സമരത്തിന് വരെ തുടക്കം കുറിച്ച സാഹചര്യമായിരുന്നു. അതിനെ തുടർന്ന് ജന്തർ മന്ദറിലുണ്ടായ വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിനെ തുടർന്ന് കേരളത്തിൽ നിന്നും പുതിയ ചില പൊളിറ്റിക്കൽ നേതാക്കന്മാർ പൊട്ടിമുളച്ചിട്ടുണ്ട്. എക്സാമ്പിൾ രഞ്ജിനി ഹരിദാസ്, പിന്നെ അവരുടെ ഫ്രണ്ട് അഥവാ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബിഗ് ബോസ് താരമായിട്ടുള്ള ജാൻ മോണി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഈ ആൾക്കാരൊക്കെ പോയി പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് വരെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന വീഴ്ച, ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല പോയിന്റുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുട്ടികളുടെ അണ്ടർവെയർ വരെ പരിശോധിച്ചിട്ട് അകത്ത് കയറ്റിവിടാൻ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഈ ഒരു പരീക്ഷ നടക്കുന്നു എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പരിശോധിക്കുന്ന, കമ്മലൂര്, വളയൂരുക, മാലയൂരുക, അടിവസ്ത്രങ്ങൾ വരെ പരിശോധിച്ചുകൊണ്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് കുട്ടികളെ എക്സാം ഹാളിലേക്ക് കടത്തിവിടുന്ന ഈ അധികൃതർ, അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷ നടത്തുന്ന ഈ ഒരു സംവിധാനം, അവിടെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ പറ്റി? അതിനിപ്പം കേന്ദ്രമന്ത്രി രാജിവെച്ചതിൽ നമുക്കൊന്നും പറയാനില്ല. അത് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. പക്ഷെ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ സമയം, ഈ രാജിക്കത്ത് സമർപ്പിച്ച സമയം, അത് സ്വീകരിച്ച സമയം, അതുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ്, അതും വല്ലാത്ത രീതിയിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ രാജി സമർപ്പിക്കപ്പെട്ടതും അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടതുമാണ് ഈ CJP പാർട്ടിക്ക് ഒരു ഗെയിൻ ഉണ്ടാക്കി കൊടുത്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പൊളിറ്റിക്സുമായിട്ട് യാതൊരു രീതിയിൽ ബന്ധവുമില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാർ, അവരാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ പ്രകാശ് രാജ്, ഇതേപോലെ നിരവധി പേര്, ആനി രാജ, ഇങ്ങനെ നിരവധി പേരെ നമുക്കിതിനകത്ത് എടുത്തു പറയാൻ സാധിക്കും. സോനം വാങ്ചുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഇടപെടൽ, ശരിക്കും ബംഗ്ലാദേശിൻ്റെ
യൂനസുമായിട്ടുള്ള ബന്ധം, അങ്ങനെ CJP പാർട്ടി തന്നെ അവസാനം സോനം വാങ്ചുക്കിനെ തള്ളിപ്പറയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ഹിസ്റ്ററി അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇനി ഈ കേന്ദ്രമന്ത്രി രാജിവെച്ച സ്ഥിതിക്ക് ശരിക്കും ഈ CJP പാർട്ടി തുടങ്ങിയത് എന്തിനാണ്? തുടങ്ങിയത് ശരിക്കും ഒരു ജഡ്ജ് നടത്തിയ പരാമർശം, അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെ കോക്രോച്ചസ് എന്ന് വിളിച്ചുകൊണ്ട് ജഡ്ജി നടത്തിയ ഒരു പരാമർശം, അതിനൊരു ക്ലാരിഫിക്കേഷൻ അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവർ മുഖവിലേക്കെടുക്കുന്നില്ല, അത് തള്ളിക്കളഞ്ഞ്. ആ ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾ എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനകത്തൊരു പ്രതിഷേധം നടത്താനുള്ള ഒരു വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിൻ്റെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല. അതിനെ ഞങ്ങൾ നെഗേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ കോക്രോച്ച് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ കോക്രോച്ച് പാർട്ടി പല പാകിസ്ഥാനികളുടെയും ചൈന അക്കൗണ്ടുകളുടെയും പല ഫേക്ക് അക്കൗണ്ടുകളിലും ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാസ്സായിട്ടുള്ള ഒരു ക്രൗഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. ആദ്യം തുടങ്ങിയ സമയത്ത് ഇത് വിജയിച്ചില്ല. പിന്നീട് ഒരുപാട് ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ, അതായത് പരാജയപ്പെട്ട് തുന്നമ്പാടിയിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്താണ് ഈ CJP മൂവ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത്. പാർലമെൻറ്റ് കത്തിക്കുമെന്നും പാർലമെൻറ്റ് ഇടിച്ച് പൊളിക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇവർ അഗ്രസീവായിട്ട് മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റുഡൻറ്റുകൾ പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട്, പോലീസും തിരിച്ചടിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് ബദൽ? ഓക്കെ, ഫോർ എക്സാമ്പിൾ BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അവർ നിരന്തരമായിട്ട് അങ്ങ് ഇന്ത്യ ഇരുന്ന് ഭരിക്കുമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ മൂന്നാമത്തെ ടേമാണ് ഈ BJP പാർട്ടി ഭരിക്കുന്നത്. ഇപ്പം ഈ മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വീക്കായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2 തവണ ഭരിച്ചതുപോലെയുള്ള ഒരു മെജോറിറ്റിയിലല്ല BJP ഒറ്റക്കക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വിജയിച്ചെങ്കിലും 2 പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തവണ മോദി സർക്കാർ ഭരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല പ്രോജക്റ്റുകളും ആന്ധ്രയ്ക്ക് പോകുന്നതും പല നിർണായക പ്രോജക്റ്റുകളും ബീഹാറിലേക്ക് പോകുന്നതും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പം ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉൾക്കാഴ്ചകൾ എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളതൊക്കെ. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അതേസമയം ഒരു 2G സ്പെക്ട്രം പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാലിത്തീറ്റ കറപ്ഷൻ നടന്നതുപോലെയോ ഉള്ള വലിയ രീതിയിലുള്ള ഒരു കറപ്ഷൻ നമുക്കിപ്പം കേൾക്കാൻ സാധിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ച, അതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണലിസ്റ്റ് പോളിസികൾ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ. അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റോഡുകൾ അഴിച്ച് പണിയുന്നത് മുതൽ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊക്കെ വരണം എന്നുള്ള ധാരണയോടുകൂടി റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഇറക്കുമതി ചെയ്തായിക്കോട്ടെ, പുതിയ നവീകരിച്ച ട്രെയിൻ കോച്ചുകൾ ഇറക്കുമതി ചെയ്ത വിഷയത്തിലായിക്കോട്ടെ, എല്ലാം തന്നെ കുറച്ചുകൂടെ ക്ലാസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ജനങ്ങളുടെ ടാക്സ് പൈസയാണ്, അതുകൊണ്ട് അത് കൃത്യമായിട്ട് വിനിയോഗിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കപ്പാസിറ്റി അവർക്കുണ്ട് എന്നുള്ളത് അവർ തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം വേറെ ഒന്നുമില്ല. ഈ നിലവിലെ സർക്കാരിനെ താഴെ വലിച്ചിട്ടിട്ട് എന്താണ് ബദൽ? ആരാണ് ബദൽ ലീഡേഴ്സ്? ഈ അമേരിക്കയിൽ നിന്നും ചാടിക്കെട്ടി ഇറങ്ങി വന്ന അഭിജിത് DK ആണോ അടുത്ത നേതാവ്? ആരാണ് നേതാവ്? അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, BJP ഒറ്റക്കക്ഷിയായിട്ടല്ല ഭരിക്കുന്നത്, ശരിക്കും 2 കൂട്ടുകക്ഷികളും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോജക്റ്റുകൾ പലപ്പോഴും ആന്ധ്ര കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ ബീഹാർ കേന്ദ്രീകരിച്ചൊക്കെ പോകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മറ്റേ സൈഡിൽ ഫോർ എക്സാമ്പിൾ കോൺഗ്രസ് അഥവാ രാഹുൽ ഗാന്ധി അവരുടെ ഗവൺമെൻറ്റാണ് വരുന്നുണ്ടെങ്കിൽ എത്ര പാർട്ടികളായിരിക്കും ഇത് ഭരിക്കാൻ പോകുന്നത്? എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഏകീകരിച്ച ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി? ഈ സ്റ്റുഡൻസുകൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പോപ്പുലേറ്റഡ് ആണ്, ഓവർ പോപ്പുലേറ്റഡ് ആണ്, ജോലി എല്ലാവർക്കും കിട്ടില്ല, അത് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് പോയി സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻസുകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ആക്ച്വൽ സ്റ്റുഡൻസ്, നീറ്റിൻ്റെ പേരിൽ കോക്രോച്ച് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസുകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരൊക്കെ ഭാവിയിലെ വോട്ടേഴ്സാണ്. അത് കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിൻ്റെ പുറകിൽ. അത് വളരെ വ്യക്തമാണ്. അത് ശരിക്കും പറഞ്ഞാൽ BJP എടുത്ത ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്, ശരിക്കും ആരാണ് ബദൽ? ഒരു ബദൽ വേണമല്ലോ. ആ ബദലിലാണ് ഇവിടുത്തെ ഒരു ഡെഡ് സ്പേസ് ഉള്ളത്. ആ ഡെഡ് സ്പേസിലാണ് ഈ തോറ്റ് കിടക്കുന്ന കംപ്ലീറ്റ് പാർട്ടികളും വന്ന് കയറിയിരുന്ന് കളിക്കുന്നത്. സെക്കൻഡ് ടൈം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടൊരു മുന്നണിയുമായിട്ട് BJPക്കെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട്
ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടും പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് മൂന്നാമത്തെ പ്രാവശ്യവും ഇതേപോലെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് വെച്ചുകൊണ്ടുള്ള ഇലക്ഷൻ തന്നെയാണ് നടത്തിയത്. അതിലും ഫലം കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിഷൻ വേണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുള്ളൂ. കാരണം തെറ്റുകുറ്റങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷം വേണം. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വീക്കായിട്ടുള്ള ഒരു ഭരണകൂടമായിട്ട് മാറും. ഈവൻ റൂളിംഗ് പാർട്ടി ആയിക്കോട്ടെ, അതേപോലെ പ്രതിപക്ഷമായിക്കോട്ടെ. പക്ഷേ ഇപ്പം നിലവിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുന്നണി രൂപീകരിച്ചതാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല വേറെ ഒന്നുമില്ല. കോൺഗ്രസ് കുറച്ച് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പൊളിറ്റിക്സ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് വേർഷൻ, ആരുമായിട്ടും നമുക്ക് മുന്നണി കൂട്ടായ്മയൊന്നും വേണ്ട, കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലോങ് ടേം ഈ കാര്യങ്ങളെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിയിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു പക്ഷേ ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു. അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് നിലവിലെ കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ കേരളത്തിൽ പൊട്ടിമുളയ്ക്കുന്ന പുതിയ നേതാക്കൾ ഇവരൊക്കെ എവിടെ ആയിരുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ജന്തർ മന്ദറിൽ നമുക്ക് ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സന്തോഷമാണ്. ഇവരെ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. കേരളത്തിൽ എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് പ്രതികരിക്കാമായിരുന്നു. പക്ഷേ ഇവരാരും തന്നെ ഒരു ചെറിയ വിഷയത്തിന് പോലും പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല. രഞ്ജിനി ഹരിദാസ് ഏതോ നായ്ക്കൾക്ക് വേണ്ടിയിട്ട്, ഒരു പക്ഷേ വെള്ളയാമ്പലം മുതൽ കവടിയാർ വരെയൊക്കെ ആ മനോഹരമായ രാജവീതി എന്ന് പറയുന്ന ആ രാജ്ഭവൻ റൂട്ടിലൂടെ നടക്കുന്ന ആൾക്കാരെയൊക്കെ വെറുതെ പോയി കടിക്കുന്ന പട്ടികളെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം ഇറങ്ങിയിരുന്ന സമയത്ത് രഞ്ജിനി ഹരിദാസൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് അവർ കേരളത്തിൻ്റെ ഉള്ളിൽ അവരുടെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിവരം. ജാൻമണിയും അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ജാൻമണിക്കെതിരെ ഇപ്പം ഭയങ്കരമായിട്ടുള്ള കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ. അതും വളരെ മോശപ്പെട്ട രീതിയിലാണ് ജാൻമണി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ വരുന്ന കോൺസിക്വൻസസ് പുള്ളിക്കാരത്തി നേരിടേണ്ടി തന്നെ വരും. അതിൽ യാതൊരു മാറ്റവുമില്ല. എനിവേ, ഈ CJP പാർട്ടി ഒരു ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ വിഷയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പൊളിറ്റിക്സിലോട്ട് കൂടുതൽ കടന്നു കയറേണ്ട. നിലവിലുള്ള ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.